നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. ഈയൊരു സന്ദേശം കേൾക്കുന്നത് യാദൃശികമല്ല. പ്രപഞ്ചം നിങ്ങൾക്ക് മാത്രമായി നൽകുന്ന ഒരു വലിയ അടയാളമാണിത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ ആരും കേൾക്കുന്നില്ല എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീരും ആരും കാണുന്നില്ല എന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ്. ഇരുണ്ട രാത്രികൾക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്താൻ ദൈവികമായ ഇടപെടൽ നടക്കാൻ പോകുന്നു. അതായത് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന വലിയ ഒരു അപകടം ഇല്ലാതാവാൻ പോകുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. മനുഷ്യരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും സാധാരണയാണ്. എന്നാൽ അതിനോടൊപ്പം നാം പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വലിയ പ്രതിസന്ധിയിലാവും. നമ്മുടെ ജീവിതം തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടക്കാനാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും നാം വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുമെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നത്. എന്നാൽ പല ആളുകളും അവരുടെ തിരക്കുകൾക്കിടയിൽ ഇത്തരം സൂചനകളെ അവഗണിക്കുന്നു എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. സ്വന്തം ജീവിതത്തെയും കുടുംബത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ പോലും കടന്നു വരുമ്പോൾ പല ആളുകളും പണത്തിന് പിറകെയുള്ള ഓട്ടത്തിലാണ്. അതിന് നടുവിൽ ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ നഷ്ടമുണ്ടാവുന്നതും നിങ്ങൾക്ക് തന്നെയാണ്. പല ദുരന്തങ്ങൾക്ക് മുൻപും ഭഗവാൻ ഇത്തരത്തിൽ സൂചനകൾ നൽകും. ആ സൂചനകളെ നാം സ്വീകരിക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തിയും നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തിയും നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും തന്നെയാണ് ഭഗവാൻ ഇത്തരത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് പല സൂചനകൾ കൊണ്ടുവരുന്നത്. അത് നിങ്ങൾ അവഗണിക്കരുത്. അത് അവഗണിച്ചാൽ നിങ്ങൾ തന്നെയാണ് വലിയ പ്രതിസന്ധികളിൽ ചെന്ന് പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ വളരെ പ്രധാനത്തോടെ കാണുകയും നെഗറ്റീവായി കാണാതിരിക്കുകയും ചെയ്യുക. ഈ അടുത്ത കാലത്തായി നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുതരം അസ്വസ്ഥത നിറഞ്ഞ നിശബ്ദത അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? ആരോ നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ചിലർ പെട്ടെന്ന് നിങ്ങളോട് അമിതമായ സ്നേഹം കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് നിശബ്ദരാകുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നിങ്ങളുടെ ശബ്ദത്തെ ഇല്ലാതാക്കാനുമുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അപകടങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമായതാണ്. എന്നാൽ ചിലതാകട്ടെ വിധിയുടെ രൂപത്തിലും നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. രണ്ടായാലും അതിനെ തടയേണ്ടത്, നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് വേണ്ടി കെണികൾ ഒരുക്കും. നമുക്കെതിരായി ഒരുക്കുന്ന അത്തരം കെണികളിൽ ചെന്ന് വീണ് ജീവിതം താറുമാറാവും. അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടത്തിൽപ്പെട്ട് ജീവിതം താറുമാറാവും. ഇതിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ വഴിപാടുകൾക്കും ശക്തിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യമായി ഭഗവാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഭഗവാൻ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തിയും ഒന്നും പാഴായി പോയിട്ടില്ല. എല്ലാത്തിനുമുള്ള മറുപടി ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ഭഗവാൻ പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ തന്നെ നിങ്ങളെ മാനസികമായി തളർത്തുകയും മാനസികമായി ഒറ്റപ്പെടുത്തുകയും അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും നിങ്ങളെ ദുർബലരാക്കാൻ നോക്കുന്നതും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങളെ കുത്തിയ ദുഷ്ടശക്തികളെ ഭഗവാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങളുടെ കണ്ണുനീരിന് ഭഗവാൻ കണക്ക് ചോദിക്കും. ഈ പ്രപഞ്ചശക്തി കണക്ക് ചോദിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തി നിങ്ങളെ കൈവിടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരെ എത്തിയത്. അത് അവർക്കറിയില്ല. എന്നാൽ നിങ്ങൾ അറിയുക, നിങ്ങൾ ഈ അധ്യായം കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ അപകടത്തിൻ്റെ ആക്കം കുറയുന്നു. ദൈവികമായ തീരുമാനങ്ങളെ തടുക്കാൻ ഒരു അമാനുഷിക ശക്തിക്കും കഴിയില്ല. നിങ്ങൾക്കെതിരെ മെനഞ്ഞ എല്ലാ ചതിക്കുഴികളും പരാജയപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളെ വീഴ്ത്താൻ അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴും. വിധിയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടങ്ങൾക്കും നിങ്ങളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ ഭഗവാന്റെ വലിയൊരു സംരക്ഷണ വലയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു അധ്യായം കേൾക്കുന്നത്. ഈ അധ്യായം കേൾക്കാനുള്ള മനസ്സ് പോലും ഉണ്ടായത് ഭഗവാന്റെ ചൈതന്യം കൊണ്ട് തന്നെയാണ്. എന്നിരുന്നാലും ഭഗവാൻ നിങ്ങളോട് പറയുന്നു, വരുന്ന 17 ദിവസം നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിടുക. ഇത് നിങ്ങളുടെ കുടുംബത്തെ ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷിക്കുവാനും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അപകടങ്ങളെ തരണം ചെയ്യുവാനും വളരെയധികം സഹായിക്കും.
വരുന്ന 14 ദിവസം നിങ്ങളൊരൽപ്പം ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ ഐശ്വര്യത്തിനും അവരുടെ സംരക്ഷണത്തിൻ്റെയും ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഇത്തരം സന്ദേശങ്ങളെ അവഗണിക്കാതിരിക്കുക. ഭഗവാന്റെ നാമമോ അല്ലായെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ നാമമോ നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ധ്യാനിച്ചിരിക്കണം. ചില ദുഷ്ട മനുഷ്യരാലോ ഇഴജന്തുക്കളാലോ നിങ്ങളുടെ വാഹനത്തിലോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തു നിന്നോ നിങ്ങളുടെ ഭവനത്തിൽ നിന്നോ മറ്റ് ഏതെങ്കിലും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് അപകടങ്ങൾ കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ജാഗ്രത വേണമെന്ന് പറഞ്ഞത്. ഭയമല്ല, ജാഗ്രതയാണ് എല്ലാത്തിൻ്റെയും കരുത്ത്. നിങ്ങളുടെ ജാഗ്രത നിങ്ങളുടെ ജീവിതത്തിലെ വലിയ അപകടങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും. നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. നാം ഓർക്കുക, നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല, നമ്മുടെ തകർച്ച കണ്ട് പുഞ്ചിരിക്കാൻ നിൽക്കുന്നവർ തന്നെയാണ്. അത്തരം ആളുകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അതിനാൽ തന്നെയാണ് പറയുന്നത്, ഭഗവാൻ നൽകുന്ന പല സൂചനകളും നാം അവഗണിക്കാൻ പാടില്ല. നമുക്ക് മുന്നിൽ വരുന്ന അത്തരം കാര്യങ്ങളെ നാം പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങൾ നാം മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുന്നതിന് വേണ്ടി നാം സമയം കണ്ടെത്തേണ്ടത് തന്നെയുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന പല പ്രയാസങ്ങളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നാം കൃത്യമായി പരിശോധിക്കണം. അതിന് കൃത്യമായ കാരണങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതം ഒരു തവണ കൈവിട്ടു പോയാൽ വീണ്ടും അത് തിരിച്ചു പിടിക്കുക എന്നത് വലിയ പ്രയാസം നിറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നാം പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നാം വിലയിരുത്തണം. ആരൊക്കെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും ആരാണ് നമുക്കെതിരായി പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അത്തരം ആളുകളെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകൾ നിങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ വലിയ അപകടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. ഇത്തരം പ്രതിസന്ധികളാൽ ബുദ്ധിമുട്ടുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. എന്നാൽ അവർ അത് തിരിച്ചറിയാൻ വൈകുന്നു എന്നതാണ് ഏറെ വേദനാജനകമായ കാര്യം. എല്ലാം തകർന്ന് തരിപ്പണമായതിനു ശേഷമാണ് പല ആളുകളും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുക. അപ്പോഴേക്കും നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അതിനു മുൻപ് അവർ ചെയ്യേണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്, ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിവിധികൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഇത്തരം ആളുകളാൽ വന്നു ചേരുന്നത്. വിധിയുടെ പേരിൽ നാം അനുഭവിക്കുന്ന പല പ്രതിസന്ധികളും ഇത്തരത്തിൽ നമ്മുടെ അശ്രദ്ധയാലോ അല്ലായെങ്കിൽ മറ്റൊരാളുടെ കരങ്ങൾ കൊണ്ടോ നമുക്കുണ്ടാകുന്ന വലിയ അപകടങ്ങൾ തന്നെയാണ്. അത് നാം തിരിച്ചറിയുക തന്നെ വേണം. അതിന് നാം യുക്തിപരമായി ചിന്തിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ നാം വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയെ നിത്യവും ധ്യാനിക്കുകയും വേണം. നമ്മുടെ കുലദേവതയെ നാം മറന്നു പോവാൻ പാടുള്ളതല്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. ഇത്തരം നാം ശ്രദ്ധിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പോകുമ്പോൾ, ഭഗവാൻ തരുന്ന സൂചനകളെയും വിലയിരുത്തി പോകുമ്പോൾ ഒരു പ്രതിസന്ധിക്കും ഒരു ദുഷ്ടശക്തിക്കും ഒരു അമാനുഷിക ശക്തിക്കും നമ്മുടെ ജീവിതത്തെ പോറലേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ ശക്തി തന്നെയാണ്, ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ശക്തി. ആ ശക്തി കവചത്തെ നിങ്ങൾ വേണ്ട എന്ന് വെക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ വഴിപാടുകളുടെയും ശക്തിയും ചൈതന്യവും തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരം ചൈതന്യം ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുകയാണെങ്കിൽ 17 ദിവസത്തിനകം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമം ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല സമർപ്പിക്കുക. നിങ്ങൾ ക്ഷേത്രത്തിന് വലം വെക്കുമ്പോൾ ഓം നമഃശിവായ മന്ത്രം ഉരുവിടുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രതിസന്ധികളെയും വലിയ അപകടങ്ങളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന്റെ അനുഗ്രഹവും ചൈതന്യവും ഏറ്റുവാങ്ങുക. നിങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന കണ്ണേറ്, ശത്രുദോഷം, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറികടന്ന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരുന്നതിന് വളരെയധികം സഹായിക്കും.
ഒപ്പം തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലുമെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ധാരാളം ഉണ്ടാവും. അവരിലേക്ക് ഈ ഒരു അധ്യായം ഷെയർ ചെയ്യുക. നിങ്ങളുടെ നിഷ്കളങ്കമായ പ്രവൃത്തിയും നിസ്വാർത്ഥമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഒപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഈ ഒരു വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. നിങ്ങളുടെ ഏവരുടെയും ജീവിതം അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും കയറുകയറ്റി ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും സന്തോഷവും എന്നും നൽകട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. നന്ദി, നമസ്കാരം.